ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം എല്ലാവരുടെയും? അപ്പം നമ്മൾ ഇന്ന് ഒരു യാത്ര പോവാണ്. എവിടേക്കാന്ന് വെച്ചാൽ തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂർ സൂ ഉണ്ടല്ലോ, അപ്പോൾ സൂവിലൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ യാത്ര തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. ദൂരമുണ്ട്. എത്ര മണിക്കൂർ ഇരിക്കണം ദീപിക? ഒരു മണിക്കൂർ ഇരിക്കണം കേട്ടോ ഇവിടെ നിന്ന് തൃശ്ശൂർ സൂവിലേക്ക് എത്താൻ. അപ്പം നമ്മളവിടെ എത്തിയിട്ടോ, എന്താ സ്റ്റേറ്റ് മ്യൂസിയം. ഓക്കെ, തൃശ്ശൂർ കേട്ടോ. ഇപ്പൊ എന്താ എൻട്രി ഫ്രീ ആക്കിയത്? എന്താ പുതിയ സൂ വരിക അതുകൊണ്ടോ? ഇനി ഇതിന്റെ ബാക്കി എവിടെയാ? ബാക്കിയല്ല, പുതിയ സൂ വരിക. ഇതിലിപ്പോ ആദ്യം ഉള്ളത് എല്ലാം ഉണ്ടോ? എല്ലാ മൃഗങ്ങളും ഇല്ല, മാറ്റിക്കൊണ്ടിരിക്കുക. അത് കാരണമാണ് ഫ്രീ. ഗവൺമെന്റ് ഉത്തരപ്രകാരം അവിടെ ഒരു ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. ആ ഉദ്ഘാടനം കഴിയുമ്പോൾ ഇവിടെ ഫ്രീ ആക്കണം എന്ന് ഫ്രീ ആക്കി. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. എന്താ പറയുക, നല്ല കുളിർമയേകുന്ന സ്ഥലം. അതിൽ കുറേ പക്ഷികളുണ്ട്, അനിമൽസ് ഉണ്ട്. അപ്പോൾ കണ്ടില്ല, അതിൽ അധികമൊന്നും ഇല്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ എന്നാണ് പറയണത്. അതിൻ്റെ പുതിയ മ്യൂസിയം അപ്പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം മ്യൂസിയത്തിൽ പ്രവേശനം ഫ്രീ ആണെന്നാണ് പറയുന്നത് അവർ കേട്ടോ. അപ്പോൾ അധികം കുറച്ച് മൃഗങ്ങളൊക്കെ ഉള്ളൂ ഇവിടെ. അപ്പോൾ എങ്കിലും അതൊക്കെ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നല്ല മനോഹരമായ സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് അരയന്നുണ്ട് കുളത്തിൽ. ജീവനുള്ളതൊന്നും അല്ല കേട്ടോ. അപ്പോൾ നല്ല മനോഹരമായ ഭംഗിയുള്ള സ്ഥലം. അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ, പൂക്കൾ, ചെടികൾ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ നമുക്ക് ഇവിടേക്ക് അങ്ങ് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്തിട്ട് പോകാം കേട്ടോ. നല്ല രസമുള്ള പ്ലേസാണ്. അപ്പോൾ നമ്മൾ ആ വഴിയിലൂടെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഇതാണ്ടോ ഈ കാണുന്ന ബിൽഡിങ്. അപ്പോൾ ഇത് ഒരു ആർട്ട് ഗാലറിയാണ് കേട്ടോ. കണ്ടോ, ഇതിനകത്ത് എന്താ പറയുക, ആർട്ട് മ്യൂസിയം, ആർട്ട് സംബന്ധമായിട്ടുള്ള വസ്തുക്കളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പം നമ്മൾ കയറിയില്ല കേട്ടോ. കയറിയില്ല പറഞ്ഞാൽ സമയം എടുക്കുമെന്ന് വെച്ചിട്ട് തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ തിരിച്ചു വരുമ്പോഴും നമുക്ക് കയറാൻ പറ്റിയില്ല. ബൊഗൈൻ വില്ലകളുണ്ട് ഇവിടെ കണ്ടോ, പല നിറത്തിലുള്ളത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്, പല വർണ്ണങ്ങളിൽ. അടിപൊളി കണ്ടോ. ഇത് നല്ല കൊണ്ടയായിട്ടുള്ളത് ഇതാരാന്ന് മനസ്സിലായോ? സ്കൂൾ കുട്ടികൾ കേട്ടോ. ഇവിടേക്ക് കാഴ്ച കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്, ടൂർ വന്നിരിക്കുകയാണ് അവർ. കണ്ടോ കുഞ്ഞുമക്കൾ, അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കണ്ടോ, അപ്പം അവർ ആടിപ്പാടി അങ്ങ് കൂട്ടുകാരോടൊത്ത് കളിച്ച് രസിക്കുകയാണ്. ഇത് നമ്മുടെ മാന് കണ്ടോ. ഒരുപാട് അനിമൽസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പക്ഷേ ഇവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് പുതിയതായിട്ട് വരികയാണ്. മ്യൂസിയം അങ്ങോട്ട് അപ്പുറത്തോട്ട് മാറ്റുകയാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് കുറേ അനിമൽസിനെ മാറ്റി. ഇത് നമ്മുടെ ഹിപ്പോപ്പൊട്ടാമസ് കണ്ടോ. ഓക്കെ, അനങ്ങാതെ അങ്ങ് കിടക്കുകയാണ് ഇവിടെ. ഇത് പോപ്പി കേട്ടോ. ഇതിൻ്റെ പേര് പോപ്പി ഇനത്തിൽപ്പെട്ടത് അതായിരിക്കണം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അവർ സുഖമായിട്ട് അവിടെ അങ്ങ് കിടക്കുകയാണ്. അപ്പം നമ്മൾക്ക് ഇതിലൂടെ അങ്ങ് പോവാം. പോയി എവിടെ എത്തുന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കേ, ഇനി നമുക്ക് ഇവിടെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് കളിക്കാനുള്ള ഒരു കുഞ്ഞു പാർക്ക്. അത് നമുക്ക് കാണാം കേട്ടോ. ഇത് ആൽമരമാണേ. നല്ല തണലായിരുന്നു കേട്ടോ അവിടെ ഇരിക്കാനൊക്കെ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാർക്കിനകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു കുഞ്ഞൊരു പാർക്കാണ് കേട്ടോ, വലിയ കുഴപ്പമില്ലാത്ത ഒരു കുഞ്ഞു പാർക്ക്. നമ്മളിവിടെ ആ പാർക്കിലാണ് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. അത്രയ്ക്കങ്ങ് കളിക്കാനുള്ള ഐറ്റംസ് ഒന്നുമില്ല, എങ്കിലും കുഴപ്പമില്ല. കുട്ടികൾക്ക് വന്ന് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ലവ് ബേർഡ്സ് കേട്ടോ. ഒരു സുഖമായി കിടന്നങ്ങ് ഉറങ്ങുകയാണ്. ഇത് ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അതിനകത്ത് നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ മുതലയുണ്ട് കേട്ടോ. മുതലയെ വളർത്തുന്ന അതാ സ്ഥലം കണ്ടോ. ആകെ ഒറ്റ എണ്ണയുള്ളൂ കേട്ടോ അവിടെ, ബാക്കിയൊക്കെ മാറ്റിക്കളഞ്ഞ്. ഇത് വെള്ളക്കൊക്ക്. ഓക്കെ, വെള്ളക്കൊക്ക് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. ഇത് വിശ്രമ സ്ഥലമാണേ. നമുക്ക് നടന്ന് വന്ന് ടയേർഡാകുമ്പോൾ അവിടേക്കൊന്ന് വിശ്രമിക്കാൻ വേണ്ടി പറ്റും. ഇത് കലമാനാണ് കേട്ടോ, കലമാൻ. ഇനി നമ്മൾ കൊച്ചിയിലെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വഞ്ചിയുണ്ട് കേട്ടോ ഇവിടെ.
അത് കാണാൻ വേണ്ടി പോവാട്ടോ. ഇതാണ്ടോ, കണ്ടോ, ഇത് കൊച്ചിയിലെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വഞ്ചിയാണ് കേട്ടോ. പക്ഷെ ഇതൊക്കെ കേടായി കേട്ടോ മൊത്തത്തിൽ, എങ്കിലും ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവർ സൂക്ഷിച്ചു വെക്കുമല്ലോ. ഓക്കെ, കണ്ടോ എന്ത് രസമാണ് ഇവറ്റകളെ കാണാൻ വേണ്ടിയിട്ട് അല്ലേ. പഞ്ഞിക്കെട്ട് പോലെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ. ഇനി നമ്മൾ മാംസ ബുക്കുകളാണ്. പോവാം, മാംസ ബുക്കുകളെ കാണാം. കണ്ടോ, ഒരാളിരിക്കുന്നു കണ്ടോ, അവിടെ ആരാന്ന് കണ്ടോ? അറ്റത്തങ്ങുണ്ട്, ഇത് അടുത്ത ആൾ. എന്നെ കണ്ട ഒരു ഇളക്കമൊക്കെ ഉണ്ടായി കേട്ടോ. ഓക്കെ, കുറച്ച് ദൂരെ നിന്നാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണത് ക്ലിയർ ആവാതെ അങ്ങ് നിൽക്കുന്നത്. ഓക്കെ, പുള്ളിക്കാർ അവിടെ അങ്ങ് ഇരിക്കുകയാണ്. ഓക്കെ, ഇനി ഇവറ്റകളെ കാണാതെ ഒരു സങ്കടം വേണ്ട. മങ്കീസ് ഉണക്ക ഇലകളൊക്കെ കടിച്ച് ഇരിക്കുകയാണ്. കണ്ടോ, എലിക്കുട്ടന്മാർ, ഇവർക്കുള്ള ആഹാരമാണ് കേട്ടത്. പിന്നെ ഇതൊരു പക്ഷി, എന്തോ ഒരു പേരൊക്കെ അവിടെ ഉണ്ട്. അടുത്തത് മയിൽ. കണ്ടോ, അങ്ങനെ അത്യാവശ്യം കുറച്ച് അനിമൽസ് മാത്രമേ ഇവിടെ ഉള്ളൂ. പക്ഷെ നമ്മൾ കഴിഞ്ഞ വട്ടമൊക്കെ വരുന്ന സമയത്ത് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ, കണ്ട് കൊത്തിത്തീരില്ല, അത്രയും അനിമൽസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് പ്രധാനമായിട്ടും പോകേണ്ട ഒരു സ്ഥലമുണ്ട് കേട്ടോ. അതെന്താണെന്നറിയോ, കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഐറ്റംസ് ഏതാണെന്ന്, പാമ്പുകൾ കേട്ടോ. കണ്ടോ, ഓ അതങ്ങ് കയറി ചെന്നപ്പോൾ എന്തോ മാതിരി ആയിട്ട് എനിക്ക്. നമുക്കതങ്ങ് കാണുമ്പോൾ വല്ലാത്തൊരു ഇതാണല്ലോ. അപ്പോൾ ഒത്തിരി വിഭാഗത്തിൽപ്പെട്ട പാമ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. പച്ചിലപ്പാമ്പ് അത് ആ ചെടിമേലുണ്ട് കണ്ടോ. പക്ഷെ സൂക്ഷിച്ച് നോക്കിയെങ്കിൽ മാത്രം, ഞാൻ കുറേ സമയം നോക്കിയിട്ടാണ് അതിനെ കണ്ടത് കേട്ടോ. പിന്നെന്താണ്, ഇതാ കണ്ടോ, ഒരു ബ്ലാക്ക് കളറിലുള്ള ഏതോ ഒരു പാമ്പ്, അതിൻ്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്ന വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. ഇത് തന്നെ നിങ്ങൾ കാണുമോ എനിക്കറിയൂല. കണ്ടോ, പലതരത്തിലുള്ള പാമ്പിൻ്റെ എന്താ പറയുക, വെറൈറ്റി ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഓരോന്നായിട്ടൊക്കെ കണ്ടു. ഓക്കേ, ഇനി ഒരു ഐറ്റം കാണിക്കാം കേട്ടോ. ഓ കണ്ടോ, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോ മാതിരി തോന്നുന്നില്ലേ? ഓക്കേ, അടുത്തത് ഇത് കുറച്ച് അനങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് കുറച്ച് നേരം അങ്ങ് വീഡിയോ എടുത്താണ്. കണ്ടിട്ടൊന്നും തോന്നാത്തവർ മാത്രം അത് കാണുക, അല്ലാത്തവരങ്ങ് സ്കിപ്പ് അടിച്ചു കേട്ടോ. ഇനി അടുത്തൊരു ഐറ്റം ഉണ്ടേ, ഇതെന്താ മണ്ണ്, അങ്ങനെ എന്തോ ഒരു പേരാണ് കേട്ടോ. മണ്ണിൽ പെനഞ്ഞങ്ങ് കിടക്കുകയാണ്, അവർക്ക് അതാണ് ഇഷ്ടം. ഇനി അടുത്ത ആളിതാ നോക്കിക്കോ, അതാ കണ്ടോ കിടക്കുന്ന അറ്റത്ത്, കണ്ടോ. ഇനി ഒരാളും കൂടി ഉണ്ട് ഇവിടെ, കണ്ടോ, ഈ കല്ലിനിടയിലുണ്ട്. പക്ഷെ ഇത് ഞങ്ങൾ കണ്ടില്ല കേട്ടോ. അവിടെയുള്ള വാച്ചിങ്ങിലിരിക്കുന്ന ആളല്ലോ, അദ്ദേഹം പറഞ്ഞു തന്നിട്ട് ഞങ്ങൾ നോക്കിയതാണ്. അപ്പം ഞങ്ങൾ തിരിച്ചു മടങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കണം. കുട്ടികളൊക്കെ എല്ലാം കണ്ട് കഴിഞ്ഞ് ടീച്ചേഴ്സ് അവരെയൊക്കെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ, മടങ്ങാൻ വേണ്ടിയിട്ടുള്ളതേ. അപ്പോൾ അവർക്ക് കുട്ടികളുടെ എണ്ണമൊക്കെ പിടിക്കണമല്ലോ. അപ്പോൾ അവരൊക്കെ കണ്ട് മടങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഓക്കേ, അപ്പം നമ്മൾ വെളിയിലോട്ട് അങ്ങനെ ഇറങ്ങി. ധാരാന്ന് നോക്കിയേ, പൈനാപ്പിള്, മാങ്ങ, നെല്ലിക്ക, അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട്. ഉപ്പിലിട്ടതുണ്ട്, മുളകൊക്കെ പുരട്ടിയതുണ്ട്. അപ്പോൾ എനിക്ക് ആ മാങ്ങ കണ്ടപ്പോൾ തിന്നാൻ നല്ലൊരാഗ്രഹം. ഇതൊക്കെ നമുക്ക് യാത്രയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇതല്ലേ. പക്ഷെ ആ ഒരു പീസിന് 15 രൂപ പറഞ്ഞു കേട്ടോ. പക്ഷേ എങ്കിലും സാരില്ല, ഞാനൊരു പീസ് വാങ്ങിച്ചു. അവർക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഒരു പീസ് വാങ്ങിച്ചു. സൂപ്പറായിരുന്നു കേട്ടോ. കണ്ടോ, അങ്ങനെ വാങ്ങി അതൊക്കെ നമ്മളങ്ങ് കഴിച്ച്, അതായത് മുഴുങ്ങി. അടിപൊളിയായിരുന്നു കേട്ടത്. ഇതൊക്കെ നമുക്ക് വീട്ടിലുണ്ടാകുമ്പോൾ വലിയ വിലയില്ല അല്ലേ, മാങ്ങയൊക്കെ. പക്ഷെ പുറമേയൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര വിലയാണ് കേട്ടോ ഇതിനൊക്കെ. ഒരു പീസിന് 15 രൂപയാണ്. ആണ് നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ, ഇവിടുത്തെ ഒരു ഭൂമിയിൽ വന്നിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ, അതിൻ്റെ മാറ്റം വേറെ ഭാഗത്തുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങളിൽ ഒരാളായത് ശരി. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഷെയറൊക്കെ ചെയ്യുക, സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ കേട്ടോ.